ഹലോ ഓൾ, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ്. സോ നമ്മൾ കുറച്ച് പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് ഹാർഡ് വയർഡ് ആൻഡ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ലോജിക് ഡിസ്കസ് ചെയ്തു. മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ്? ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള വേർഡ് നമ്മൾ പ്രീവിയസ് വീഡിയോകളിലായിട്ട് ഒരുപാട് തവണ പറഞ്ഞുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ച് ബ്രീഫായിട്ട് നമുക്ക് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നോക്കാം. So, micro instructions are the binary encoded control signal stored in the control memory. Each micro instruction activates specific control signal to perform one or more micro operations within the CPU. These micro operations dictate how the data moves within the processor and how arithmetic or logical operations are executed. Micro instructions ആണെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കൺട്രോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് അല്ലേ. ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത് മൂലം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റ മൂവ്മെൻറ്റ് നടത്താം, ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷനോ ലോജിക്കൽ ഓപ്പറേഷനോ ഷിഫ്റ്റ് ഓപ്പറേഷനോ എന്ത് ഓപ്പറേഷൻസ് വേണമെങ്കിലും പെർഫോം ചെയ്യാം. അപ്പോൾ ഇതൊക്കെ പെർഫോം ചെയ്യാൻ നമ്മൾ ഇനീഷ്യലി യൂസ് ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽസ് ആണ് ശരിക്കും മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ ടൈപ്പാണ്, എന്തിന് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. സോ നമ്മളൊരു എക്സാമ്പിളോടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചൊരു എക്സാമ്പിളാണ്. നമ്മൾ ഈ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ്റെ കേസിൽ നമ്മൾ ആ ഒരു സീക്വൻസ് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു സീക്വൻസ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ്. 7 സ്റ്റെപ്പുകളായിട്ട് നമ്മൾ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മളിത് പഠിച്ച ഒരു പ്രോഗ്രാമാണ്. സോ ദ ഗിവൺ എക്സാമ്പിൾ ഷോസ് ദ കൺട്രോൾ സീക്വൻസ് ഫോർ എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻസ് ആഡ് R3, R1 വിച്ച് മീൻസ് ദാറ്റ് എ വാല്യൂ സ്റ്റോർഡ് ഇൻ ദി മെമ്മറി ലൊക്കേഷൻ R3 ടു രജിസ്റ്റർ R1. അപ്പോൾ R3 എന്നുള്ളതൊരു മെമ്മറി ലൊക്കേഷനാണ്, R1 എന്നുള്ളത് രജിസ്റ്ററാണ്. ഇതിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്, ഇതിലേക്കുള്ള അഡീഷൻ ഓപ്പറേഷനാണ് ഇത് കാണിക്കുന്നത് അല്ലേ. ദ കൺട്രോൾ സീക്വൻസ് കൺസിസ്റ്റ് ഓഫ് 7 മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഈച്ച് സ്പെസിഫൈയിങ് മൾട്ടിപ്പിൾ മൈക്രോ ഓപ്പറേഷൻസ്. അപ്പോൾ 7 മൈക്രോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ സപ്പോസ് 4 കാറ്റഗറി ആയിട്ട് തന്നെ കാറ്റഗറൈസ് ചെയ്യാം ഈ മൊത്തം മൈക്രോ ഓപ്പറേഷൻസിനെ. ഒന്നാണ് റീഡിങ് ഫ്രം മെമ്മറി. അപ്പോൾ മെമ്മറി റീഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് MAR റീഡ്, MDR ഔട്ട്, ഇങ്ങനെ 3 മൈക്രോ പ്രോഗ്രാംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡാറ്റയെ റീഡ് ചെയ്യാനുള്ള ഓപ്പറേഷൻ. റൈറ്റിംഗ് ടു രജിസ്റ്റർ, രജിസ്റ്ററിലേക്ക് റൈറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് PC ഇൻ, IR ഇൻ, R1 ഇൻ. ഇതൊക്കെ ശരിക്ക് റൈറ്റിംഗ് ടു രജിസ്റ്റർ എന്നുള്ളൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പെർഫോമിങ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന 2 മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ആഡും ഒന്ന് Z ഇന്നും ആണ്. അതുപോലെ തന്നെ ഹാൻഡ്ലിങ് മെമ്മറി ഫെച്ച് സൈക്കിൾ, മെമ്മറി ഫെച്ച് സൈക്കിളിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് MFC എന്നുള്ളൊരു കീവേഡാണ്. മെമ്മറി ഫങ്ഷൻ കംപ്ലീറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം, വെയിറ്റിംഗ് ഫോർ MFC അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ഒരു സീക്വൻസ്, ഈ ഒരു 7 ലൈൻ മൈക്രോ ഓപ്പറേഷൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്. ദ മൈക്രോ ഇൻസ്ട്രക്ഷൻ ഫോർ ദി എബോവ് കൺട്രോൾ സീക്വൻസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? അപ്പോൾ ഈ ടേബിളിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതിൽ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. PC ഇന്ന്, PC ഔട്ട്, മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഇന്ന്, റീഡ്, MDR ഔട്ട്, IR ഇന്ന്, Y ഇന്ന്, സെലക്ട്, ആഡ്, Z ഇന്ന്, Z ഔട്ട്, R1 ഔട്ട്, R1 ഇന്ന്, R3 ഔട്ട്, WMC എൻഡ് അല്ല. ഇത്രയും ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മൊത്തം ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൈക്രോ ഓപ്പറേഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിലെന്തൊക്കെ വരുന്നുണ്ട്? PC ഔട്ട് വരുന്നുണ്ടോ? ഉണ്ട്. മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഇന്ന് വരുന്നുണ്ടോ? ഉണ്ട്. റീഡ് ഓപ്പറേഷൻ വരുന്നുണ്ടോ? ഉണ്ട്. സെലക്ട് ഓപ്പറേഷൻ വരുന്നുണ്ടോ? ഉണ്ട്. യെസ്. Z ഇന്ന് വരുന്നുണ്ട്, ആഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയാണോ പ്രസൻറ്റ് അത് നമ്മൾ 1 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലൈൻ നോക്കിയാൽ ഇതാണ് സെക്കൻഡ് ലൈൻ. ഈ സെക്കൻഡ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് നോക്കുകയാണെങ്കിൽ PC ഇന്നുണ്ട്, Y ഇന്നുണ്ട്, Z ഔട്ട് ഉണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് സൈക്കിൾസ് ഉണ്ട് അല്ലേ. കറക്റ്റ്. മൂന്നാമത്തെ ലൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ
MDR ഔട്ട് IR ഇൻ ആണുള്ളത്. ഇതിൽ നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. ഇനി 4ാമത്തെ ലൈൻ നോക്കിയേ, R3 ഔട്ട് MAR ഇൻ അല്ലേ. MAR ഇൻ റീഡ് R3 ഔട്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. യെസ്. ഇനി 5ാമത്തെ ലൈൻ നോക്കിയേ, 5ാമത്തെ ലൈനിൽ നമ്മൾ R1 ഔട്ട് Y ഇൻ അതുപോലെ തന്നെ വെയിറ്റ് സൈക്കിൾസ് അല്ലേ. എന്താ Y ഇൻ R1 ഔട്ട് അതുപോലെ തന്നെ വെയിറ്റ് സൈക്കിൾസ്. ഇനി 6th നോക്കിയേ, 6th നമുക്ക് വരുന്നത് MDR ഔട്ട് വരുന്നുണ്ട്, സെലക്ട് Y വരുന്നുണ്ട്, ആഡ് വരുന്നുണ്ട്, സെഡിന് വരുന്നുണ്ട് അല്ലേ. യെസ്. ലാസ്റ്റ് കേസും കൂടി നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് കേസിൽ Z ഔട്ട് വരുന്നുണ്ട്, R1 ഇൻ വരുന്നുണ്ട്, എൻഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻസിന് എക്സാമ്പിളാണ്. മേ ബി നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ടേബിൾ വരച്ചിട്ട് നിങ്ങളതൊന്ന് മാർക്ക് ചെയ്യുക, വളരെ ഈസിയാണ്. യെസ്. സോ ഇതിൻ്റെ ഈ ടേബിളിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ദ ടേബിൾ റെപ്രസെൻറ്റ് ഈച്ച് മൈക്രോ ഇൻസ്ട്രക്ഷൻ ആസ് എ ബൈനറി വേർഡ് വെർ ഈച്ച് കോളം കറസ്പോണ്ടിങ് ടു കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ ഓരോ റോയും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഈച്ച് റോ റെപ്രസെൻറ്റ് ദി മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദി സീക്വൻസ്. ഓരോ റോയും മൈക്രോ ഇൻസ്ട്രക്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഓരോ കോളവും ഇതിൻ്റെ കൺട്രോൾ സിഗ്നൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ എ 1 മീൻസ് ആക്ടിവേഷൻ ഓഫ് ദാറ്റ് സ്പെസിഫിക് കൺട്രോൾ സിഗ്നൽ വൈൽ എ 0 മീൻസ് ഇനാക്റ്റീവ്. അപ്പോൾ ഞാനിവിടെ 1 മാർക്ക് ചെയ്തിരിക്കുന്നത് ആക്റ്റീവ് ആയിരിക്കുള്ള കൺട്രോൾ സിഗ്നൽസ് എന്നാണ്, 0 മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതൊരു ഇനാക്റ്റീവ് കേസാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. യെസ്. സോ ഈച്ച് മൈക്രോ ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈസ് വിച്ച് കൺട്രോൾ സിഗ്നൽ ടു ആക്ടിവേറ്റ് എ ഗിവൺ സൈക്കിൾ. The control unit fetches the next micro instruction from the control memory. So some bits of the micro instruction determine the next address in the control memory, guiding the micro program execution. This cycle repeats until the instruction is fully executed. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഈ എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ബ്രേക്ക് ഡൗൺ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ ഇൻ ടു സ്മോളർ കൺട്രോൾ സ്റ്റെപ്സ്. സോ കൺട്രോൾ മെമ്മറി സ്റ്റോർ ദി മൈക്രോ ഇൻസ്ട്രക്ഷൻ, eliminating the need for complex hardware based control logic. So microprogramming allow flexibility as modifying the control memory can change how instructions are executed without altering the hardware. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ടേബിളായിട്ട് വരച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളിതിനെ മോഡിഫൈ ചെയ്തു അല്ലേ. യെസ്. അപ്പോൾ ഇതാണ് ശരിക്ക് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 2 രീതിയിലുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതൊന്നാണ് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷനും ഒന്നാണ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷനും. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്കൊന്ന് നോക്കാം. സോ ഈ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ദീസ് ആർ ദി ടെക്നിക് ഫോർ ഗ്രൂപ്പിംഗ് കൺട്രോൾ സിഗ്നൽസ് ഇൻ മൈക്രോ പ്രോഗ്രാമിംഗ്. സോ ദ കൺട്രോൾ സിഗ്നൽസ് ആർ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു 2 ടെക്നിക്സ്. ഇപ്പോൾ 2 ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അത് ഒന്നാണ് ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ, ഒന്നാണ് വെർട്ടിക്കൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷനും വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷനുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷനാണ് നോക്കുന്നത്. ഇൻ ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ഈച്ച് കൺട്രോൾ സിഗ്നൽ ഈസ് അസൈൻ ടു എ സെപ്പറേറ്റ് ബിറ്റ് പൊസിഷൻ ഇൻ ദി മൈക്രോ ഇൻസ്ട്രക്ഷൻ വേർഡ്. ദിസ് മീൻസ് ദാറ്റ് മൾട്ടിപ്പിൾ കൺട്രോൾ സിഗ്നൽസ് ക്യാൻ ബി ആക്ടിവേറ്റഡ് സൈമൾട്ടേനിയസ്ലി അലോയിങ് പാരലൽ എക്സിക്യൂഷൻ ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് ബിറ്റ് പൊസിഷനാണ് ഓരോ കൺട്രോൾ സിഗ്നൽസിനും നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നെങ്കിൽ അത് നമുക്ക് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ ഈച്ച് കൺട്രോൾ സിഗ്നൽ ഹാസ് ഇറ്റ്സ് ഓൺ ഡെഡിക്കേറ്റഡ് ബിറ്റ്. ഇറ്റ് എനേബിൾ ഹൈ പാരലിസം എക്സിക്യൂട്ടിംഗ് മൾട്ടിപ്പിൾ ഓപ്പറേഷൻ അറ്റ് വൺസ്, ഫാസ്റ്റ് എക്സിക്യൂഷൻ സിൻസ് ദർ ഈസ് നോ ഡീകോഡിംഗ് റിക്വയർഡ്. അതുപോലെ തന്നെ ഇറ്റ് റിക്വയർ ലോങ്ങർ കൺട്രോൾ വേർഡ് ലീഡിങ് ടു ഹൈ മെമ്മറി യൂസേജ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോർമലി ഒരു ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ പ്രത്യേകത. ഇപ്പോൾ പാരലലി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഓരോ കൺട്രോൾ സിഗ്നൽസിനും ഒരു സെപ്പറേറ്റ് ബിറ്റ് പൊസിഷനായിട്ട് അസൈൻ ചെയ്യുന്ന മൈക്രോ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. ഓരോന്നിനും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബിറ്റ് ഉണ്ടായിരിക്കും. ഹൈ പാരലിസം നമുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫാസ്റ്റ് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റും. ഇതൊരു ലോങ്ങർ കൺട്രോൾ വേർഡ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ മെമ്മറി യൂസേജ് കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ കണ്ടോ.
011 01 001 110 100 1110. ഇത് നോർമലി ഒരു ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ആണ്. ഹിയർ ഈച്ച് ബിറ്റ് കറസ്പോണ്ടിങ് ടു എ സ്പെസിഫിക് കൺട്രോൾ സിഗ്നൽ സച്ചസ്. ഇത് ഏത് കൺട്രോൾ സിഗ്നൽ ആണെന്ന് നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് പറയാം. അപ്പോൾ ഓരോ ബിറ്റും ഓരോ കൺട്രോൾ സിഗ്നൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ALU ഓപ്പറേഷൻ മേ ബി ഇത് അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, ആൻഡ് ആവാം. രജിസ്റ്റർ ട്രാൻസ്ഫേഴ്സ് വരുന്നുണ്ട്, R1 ഔട്ട്, R2 ഇൻ, PC ഔട്ട് പോലെ. മെമ്മറി കൺട്രോൾ ഓപ്പറേഷൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കൺട്രോൾ വേർഡുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോ ഇൻസ്ട്രക്ഷൻസ് പറയാൻ പറ്റുമെങ്കിൽ ഇത് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസിൻ്റെ അഡ്വാൻറ്റേജ്? ബേസിക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫാസ്റ്റ് എക്സിക്യൂഷൻ വിത്ത് പാരലൽ മൈക്രോ പ്രോഗ്രാം. വളരെ ഫാസ്റ്റായിട്ടുള്ള എക്സിക്യൂഷനാണ്. അതുപോലെ തന്നെ പാരലൽ മൈക്രോ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് കൺട്രോൾ ഓവർ ഹാർഡ്വെയർ കമ്പോണൻസിനെ ഡയറക്റ്റായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ലോങ് മൈക്രോ ഇൻസ്ട്രക്ഷൻ വേർഡ്സ് ആണ്. അതായത് ഒരു വളരെ വലിയൊരു വേർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്മറി റിക്വയർമെൻറ്റ് കൂടുതലായിരിക്കും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ കോംപ്ലക്സ് കൺട്രോൾസ് ലോജിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്യൂ ടു മൾട്ടിപ്പിൾ സൈമൾട്ടേനിയസ് ഓപ്പറേഷൻ. അപ്പോൾ ഇതിൻ്റെ ലോജിക് സർക്യൂട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ ലോങ് മൈക്രോ ഇൻസ്ട്രക്ഷൻ വേർഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ആണ്. വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പോലെ തന്നെ വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആർ കോമ്പാക്റ്റ് ആൻഡ് എൻകോഡഡ് വേ ഓഫ് റെപ്രസെൻറ്റിംഗ് കൺട്രോൾ സിഗ്നൽസ്. സോ ഇൻസ്റ്റെഡ് ഓഫ് അസൈനിങ് എ സെപ്പറേറ്റ് ബിറ്റ് ടു ഈച്ച് കൺട്രോൾ സിഗ്നൽ ഇൻ അതായത് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സെപ്പറേറ്റ് ബിറ്റാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. എ ഷോർട്ടർ എൻകോഡഡ് ഫീൽഡ് ഈസ് യൂസ്ഡ് വിച്ച് ഈസ് ദെൻ ഡീകോഡഡ് ടു ജനറേറ്റ് എ കൺട്രോൾ സിഗ്നൽ. അപ്പോൾ ഈ വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റതിൽ ഒരു ലോങ് ആയിട്ടുള്ള കൺട്രോൾ വേർഡായിരുന്നു, അതിന് നമ്മൾ ഷോർട്ടായിട്ട് ഗ്രൂപ്പാക്കി മാറ്റുകയാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം, വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് യൂസസ് എൻകോഡിങ് ടു എൻഷുർ ദി ലെങ്ത് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻ. അതിൻ്റെ ലെങ്ത്ത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻകോഡിങ് സ്കീം നമ്മൾ യൂസ് ചെയ്യും. റിക്വയർ എ ഡീകോഡർ ടു ട്രാൻസ്ലേറ്റ് ദി എൻകോഡർ ഇൻഫർമേഷൻ ഇൻ ടു ആക്ച്വൽ കൺട്രോൾ സിഗ്നൽ. ഒരു എൻകോഡർ യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു എൻകോഡറും ഡീകോഡറും നെസസറി ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് എക്സിക്യൂട്ട് 1 മൈക്രോ ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം അൺലൈക്ക് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ പാരലലി നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല, ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുക. ഇറ്റ് റിസംബിൾസ് എ മെഷീൻ ലാംഗ്വേജ് ഫോർമാറ്റ്. ഒരു മെഷീൻ ലാംഗ്വേജ് ഫോർമാറ്റിലായിരിക്കും നമ്മൾ വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നത്. അതായത് ഓപ്കോഡ് പ്ലസ് ഓപ്പറൻഡ് എന്നുള്ള ഫോർമാറ്റിലായിരിക്കും ഇതുണ്ടാവുക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാനൊരു വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസിൻ്റെ എക്സാമ്പിൾ പറയാൻ പോവാണ്. എ വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ മൈറ്റ് ലുക്ക് ലൈക്ക് ദിസ്: 10100110. ഞാനൊരു ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട്. അത് 4 ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ ഈ 1010 റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ALU ഓപ്പറേഷൻസ് ആണ്. അതായത് അഡീഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെ, 0110 എന്ന് പറയുന്നത് അടുത്ത ഗ്രൂപ്പാണ്. ഇറ്റ് കുഡ് സ്പെസിഫൈ ദ രജിസ്റ്റർ ഓർ മെമ്മറി ആക്ഷൻ. രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി ആക്ഷൻസിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ നമുക്ക് 8 ബിറ്റുള്ള വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് 4 ബിറ്റിൻ്റെ 2 മൈക്രോ ഓപ്പറേഷൻസ് ആക്കി നമുക്ക് മാറ്റാം. ഇതാണ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ഒരു കോമൺ എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് 3 ബിറ്റ് 4 ബിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ 4 ബിറ്റുള്ള കുറച്ച് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. 0000 തൊട്ട് 1001 വരെ 10 ഡിഫറെൻറ്റ് കേസസ് കാണിച്ചിട്ടുണ്ട്. എല്ലാം 0 ആണെങ്കിൽ നോ ആക്ഷൻ, 0001 ആണെങ്കിൽ PC ഔട്ട്. ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട. MDR ഔട്ട്, Z ഔട്ട്, R0 ഔട്ട്, R1 ഔട്ട്, R2 ഔട്ട്, R3 ഔട്ട്, IR ഔട്ട്, temp ഔട്ട്. ഇതൊക്കെ ശരിക്ക് 4 ബിറ്റുള്ള വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ്. 3 ബിറ്റുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കുകയാണെങ്കിൽ 3 0 വരുന്നത് നോ ആക്ഷൻ, PC ഇന്ന്, IR ഇന്ന്, Z ഇന്ന്, R0 ഇന്ന്, R1 ഇന്ന്, R2 ഇന്ന്, R3 ഇന്ന്. അപ്പോൾ ഈ ഇൻപുട്ടുകളൊക്കെ നോർമലി 3 ബിറ്റാണ്. ഇനി വീണ്ടും 3 ബിറ്റ് ഉണ്ട്. വീണ്ടും 000, മെമ്മറി അഡ്രസ്സ് ഇന്ന്, മെമ്മറി ഡാറ്റ ഇന്ന്, ടെമ്പ് ഇന്ന്, Y ഇന്നൊക്കെ ശരിക്കും അടുത്ത സെറ്റാണ്. ഇനിയും നമുക്കുണ്ട് നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ. ആഡ്, ഇൻക്രിമെൻറ്റ്, സബ്ട്രാക്റ്റ്, ഡിക്രിമെൻറ്റ്, ആൻഡ്, ഓർ, XOR, നോട്ട്. അപ്പോൾ ഇത് നമുക്ക് വ്യത്യസ്തമായ 4 കാറ്റഗറിയിലുള്ള വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ്.
ഇനി നമുക്ക് ഈ വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസിൻ്റെയും ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസിൻ്റെയും ഒരു കമ്പാരിസൺ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഡെഫിനേഷനാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഹൊറിസോണ്ടൽ, എന്താണ് വെർട്ടിക്കൽ? സോ ഈച്ച് കൺട്രോൾ സിഗ്നൽ ഹാസ് എ ഡെഡിക്കേറ്റഡ് ബിറ്റ് ഇൻ ദ മൈക്രോ ഇൻസ്ട്രക്ഷൻ എനേബിളിംഗ് മൾട്ടിപ്പിൾ ഓപ്പറേഷൻ ടു എക്സിക്യൂട്ട് സൈമൾട്ടേനിയസ്ലി. ഓരോ കൺട്രോൾ സിഗ്നൽസിനും ഒരു ഡെഡിക്കേറ്റഡ് ബിറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ സിഗ്നൽസ് ആർ എൻകോഡർ ഇൻ ടു കോമ്പാക്റ്റ് ഫീൽഡ് റിക്വയറിംഗ് എ ഡീകോഡർ ടു ആക്ടിവേറ്റ് സ്പെസിഫിക് കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ മൊത്തം മൈക്രോ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഗ്രൂപ്പായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് എന്തിൻ്റെ പ്രത്യേകത? വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസിൻ്റെ പ്രത്യേകത. ഇനി എക്സിക്യൂഷൻ ടൈപ്പ് നോക്കുകയാണെങ്കിൽ പാരലൽ എക്സിക്യൂഷനാണ് നമ്മൾ ഹൊറിസോണ്ടൽ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സെവറൽ മൈക്രോ ഓപ്പറേഷൻസ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഇൻ എ സിംഗിൾ സൈക്കിൾ. ഇതാണ് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ പ്രത്യേകത. വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ എക്സിക്യൂഷനാണ്. പാരലൽ എക്സിക്യൂഷൻ ആയിരിക്കും ഹൊറിസോണ്ടലിന്, സീക്വൻഷ്യൽ അതായത് യൂഷ്വലി ഓൺലി വൺ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് പെർ സൈക്കിൾ ഈസ് ആക്ടിവേറ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ ഡിഫറൻസ് മനസ്സിലായല്ലോ. ആദ്യം ഇതിൻ്റെ ഡെഫിനീഷൻ പറഞ്ഞു. എക്സിക്യൂഷൻ ടൈപ്പ് പാരലൽ എക്സിക്യൂഷൻ ആണെങ്കിൽ അത് ഹൊറിസോണ്ടൽ, സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ആണെങ്കിൽ അത് വെർട്ടിക്കൽ. ഇനി കൺട്രോൾ സിഗ്നൽ റെപ്രസെൻറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ഈച്ച് സിഗ്നൽ ഈസ് എക്സ്പ്ലിസിറ്റ്ലി അസൈൻഡ് എ ബിറ്റ് ഡയറക്ട്ലി കൺട്രോളിംഗ് ദി ഹാർഡ്വെയർ. ഈച്ച് കൺട്രോൾ സിഗ്നൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ കോഡ് ദാറ്റ് ഈസ് ലേറ്റർ ഡീകോഡഡ് ടു ആക്ടിവേറ്റ് ദി നെസസറി ഓപ്പറേഷൻ. അപ്പോൾ ഓരോ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടാണ് അസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഹൊറിസോണ്ടൽ. ഒരു കോഡ് രൂപത്തിൽ ഇപ്പോൾ 4 ബിറ്റോ 3 ബിറ്റോ കോഡുകളായിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതെന്താ? അത് വെർട്ടിക്കൽ അല്ലേ. ഇനി അടുത്തത് അതിൻ്റെ എക്സാമ്പിളാണ്. ഞാനിവിടെ എഴുതിക്കുന്ന ഒരു എക്സാമ്പിൾ, ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു എക്സാമ്പിളാണ്. ഈച്ച് ബിറ്റ് കറസ്പോണ്ടിങ് ടു സ്പെസിഫിക് കൺട്രോൾ സിഗ്നൽ. ഇതൊരു ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷനാണ്. വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു കോഡ് എഴുതിയിട്ടുണ്ട്. ഇതൊരു ഓപ്പ് കോഡ് ബേസ്ഡ് എൻകോഡിംഗ് ആണ്. രണ്ട് തരം മൈക്രോ ഓപ്പറേഷൻസ് ഇവിടെ ആക്ച്വലി വരുന്നുണ്ട്. 4 ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. അടുത്ത മൈക്രോ ഇൻസ്ട്രക്ഷൻസിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ വളരെ ലെങ്തി ആയിരിക്കും. അതായത് 30 മുതൽ 100+ ബിറ്റ്സ് ആയിരിക്കും ഹൊറിസോണ്ടൽ മൈക്രോ ഉണ്ടാവുക. വെർട്ടിക്കൽ ആണെങ്കിൽ ഷോർട്ടായിരിക്കും. 8 മുതൽ 30 ബിറ്റ്സ് വരെ ആയിരിക്കും വെർട്ടിക്കലിൻ്റെ മാക്സിമം കപ്പാസിറ്റി. ഇനി ഇതിൻ്റെ എക്സിക്യൂഷൻ സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ ആയിരിക്കും, സിൻസ് മൾട്ടിപ്പിൾ സിഗ്നൽസ് എക്സിക്യൂട്ട് സൈമൾട്ടേനിയസ്ലി വിത്തൗട്ട് ഡീകോഡിംഗ്. വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ലോവർ ആയിരിക്കും, സിൻസ് ഡീകോഡിംഗ് ഇൻട്രൊഡ്യൂസസ് ഡിലേ ബിഫോർ എക്സിക്യൂഷൻ. ഇനി അതിൻ്റെ ഡീകോഡിംഗ് റിക്വയർമെൻറ്റ് നോക്കുകയാണെങ്കിൽ നോ ഡീകോഡിംഗ് റിക്വയർമെൻറ്റ്, ഡീകോഡിങ്ങിൻ്റെ ആവശ്യമില്ല ഹൊറിസോണ്ടലിൽ. പക്ഷേ വെർട്ടിക്കലിൽ എന്ത് വേണം? റിക്വയർഡ് എ ഡീകോഡർ ഇൻക്രീസിങ് ദി ഇൻസ്ട്രക്ഷൻ പ്രോസസ്സിംഗ് ടൈം. അപ്പോൾ ഒരു ഡീകോഡർ നെസസറി ആണെങ്കിൽ അത് വെർട്ടിക്കൽ, ഡീകോഡർ ആവശ്യമില്ലെങ്കിൽ അത് ഹൊറിസോണ്ടൽ. ഇനി ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഹൈ പെർഫോമൻസ് പ്രോസസ്സേഴ്സിലാണ് നമ്മൾ സാധാരണ ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുക. വേർ പാരലൽ എക്സിക്യൂഷൻ ആൻഡ് സ്പീഡ് ആർ ക്രിട്ടിക്കൽ. പാരലൽ എക്സിക്യൂഷനും സ്പീഡും ഒരു ക്രിട്ടിക്കൽ പാരാമീറ്റർ ആവുന്ന കേസിൽ നമുക്ക് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യാം. ബട്ട് മെമ്മറി എഫിഷ്യൻറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ വെർട്ടിക്കൽ മൈക്രോ, അതായത് എനർജി മൊത്തം മെമ്മറി കപ്പാസിറ്റി സേവ് ചെയ്യാൻ. വെൻ സ്റ്റോറേജ് കൺസ്ട്രെയിൻസ് റിക്വയർ കോമ്പാക്റ്റ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ. കോമൺ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ റിസ്ക് പ്രോസസ്സേഴ്സൊക്കെ ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസാണ് യൂസ് ചെയ്യുന്നത്. അതായത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് പ്രോസസ്സേഴ്സ്, റിസ്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ്. വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസിൻ്റെ കോമൺ ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ സിസ്ക്, നിങ്ങൾ റിസ്ക്കും സിസ്കൊക്കെ പഠിക്കുന്നതാണ്, കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിങ്ങിനെ റിസ്ക് എന്നും കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിങ്ങിനെ സിസ്ക് എന്നും പറയാം. സിസ്ക് യൂസ് ചെയ്യുന്നത് വെർട്ടിക്കലും റിസ്ക് യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടലുമാണ്. അതുപോലെ തന്നെ മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് എംബഡഡ് സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. സിസ്റ്റം വിത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള മെമ്മറി റിസോഴ്സസ് ഉള്ള സിസ്റ്റത്തിലൊക്കെ നമുക്ക് വെർട്ടിക്കൽ യൂസ് ചെയ്യാം. അടുത്തത് ഹൊറിസോണ്ടലിൻ്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ IBM സിസ്റ്റം 360 മെയിൻ ഫ്രെയിംസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടലാണ്. എംബഡഡ് കൺട്രോളേഴ്സ്, അതായത് പിക്ക് മൈക്രോ കൺട്രോളർ പോലത്തെ എംബഡഡ് കൺട്രോളേഴ്സിൽ നമ്മൾ വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പഠിച്ചതെന്ന്. എന്താണ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ്, എന്താണ് ഹൊറിസോണ്ടലും വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ്, ഇത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.